ഹായ് ഓൾ. ഈ സെഷനിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സംബന്ധിച്ച് സംസാരിക്കുന്നു. അതിൻ്റെ ചില ലക്ഷ്യങ്ങളെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ അതിൻ്റെ ചില പ്രിൻസിപ്പിൾസും മാത്രം ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഏതൊരു ഓർഗനൈസേഷണൽ ഫ്രെയിംവർക്കിനെ സംബന്ധിച്ചും നമ്മളിപ്പോൾ പറയുന്ന കമ്പനി ഫ്രെയിംവർക്കിനെ സംബന്ധിച്ചാണ് എപ്പോഴും സംസാരിക്കുന്നത്. അത് നിലനിൽക്കുന്ന സൊസൈറ്റിയിലെ ജനങ്ങളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാനായിട്ട് അവർ ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. കാരണം ഒരു കമ്പനി നിലനിൽക്കുന്നത് ഒരു സൊസൈറ്റിയിലാണ്. ആ സൊസൈറ്റിയിലെ പലതരത്തിലുള്ള ആളുകൾക്ക് പല രീതിയിലുള്ള ബെനിഫിറ്റുകൾ പ്രൊവൈഡ് ചെയ്യാൻ ഒരു കമ്പനിക്ക് സാധിക്കുന്നതാണ്. ഇവിടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച് പറയുന്നത് ഇറ്റ്സ് എൻ ഒബ്ലിഗേഷൻ ഓർ റെസ്പോൺസിബിലിറ്റി ഓഫ് the business to act in a manner which will serve in the best interest of the society. സൊസൈറ്റിയുടെ താല്പര്യങ്ങളെ വളരെ ഭംഗിയായിട്ട് സംരക്ഷിക്കുന്ന തരത്തിൽ ഒരു ബിസിനസ് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. Social responsibility of the business sees its obligation to take those decisions and perform those actions which are desirable in terms of the objectives and values of our society. സൊസൈറ്റിയിലെ ആളുകളുടെ ലക്ഷ്യങ്ങളും അവരുടെ മൂല്യങ്ങളെയും സംരക്ഷിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളാണ് എപ്പോഴും ഒരു ഓർഗനൈസേഷൻ എപ്പോഴും എടുക്കേണ്ടത്. കാരണം ആ ഓർഗനൈസേഷൻ എടുക്കുന്ന തീരുമാനം കൊണ്ട് ആ സൊസൈറ്റിയിലെ ആളുകൾ ഒരു പക്ഷേ സഫർ ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ യോജിച്ച തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിനെക്കുറിച്ച് ഹൊവാർഡ് എന്ന് പറയുന്ന ഒരു ഓഥർ പറയുന്നു, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി റെഫേഴ്സ് ടു ദി ഒബ്ലിഗേഷൻസ് ഓഫ് ബിസിനസ്മാൻ ടു പെർസ്യൂ ദോസ് പോളിസീസ്, to make those decisions or to follow those lines of action which are desirable in terms of the objectives and values of our society. ബിസിനസ് നിലനിൽക്കുന്ന ഏത് ലൊക്കേഷൻ ആയിക്കോട്ടെ, ആ ലൊക്കേഷനിലെ സൊസൈറ്റിയുടെ ആളുകളുടെ ലക്ഷ്യങ്ങളെയും അവരുടെ മൂല്യങ്ങൾക്കും അനുപാതമായിട്ട് തീരുമാനങ്ങൾ എടുക്കുക, അത്തരത്തിലുള്ള പോളിസികൾ ഫോർമുലേറ്റ് ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ആ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പല കോർ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഒന്ന്, പ്രൊട്ടക്ട് ഇൻട്രസ്റ്റ് ഓഫ് ദി സൊസൈറ്റി, സമൂഹത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതായിരിക്കണം. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലായിരിക്കണം എപ്പോഴും ഓർഗനൈസേഷൻ മുന്നോട്ട് പോകേണ്ടത്. ദെൻ സെക്കൻഡ് വൺ ഈസ് സമൂഹത്തിൻ്റെ പ്രോഗ്രസ് ആണ് അവർ ലക്ഷ്യമാക്കേണ്ടത്. നമ്മൾ ഓർഗനൈസേഷൻ ഫ്രെയിംവർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, നമ്മുടെ കമ്പനിയോടെ റൺ ചെയ്യുന്നു. ഈ കമ്പനി കൊണ്ട് ഈ സൊസൈറ്റിക്കും ഒരു ബെനിഫിറ്റ് ഉണ്ടാവണം, അവരുടെ ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ് ഉണ്ടാവണം. അതാണ് പ്രോഗ്രസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ കുറച്ചുകൂടി വിശാലമായിട്ട് പറയുകയാണെങ്കിൽ, അതാണ് തേർഡ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്, it must be honestly fulfill its social responsibility in regard to the welfare of the society. നമ്മൾ ശരിക്കും ഒരു നല്ല കമ്പനിയാണെങ്കിൽ, നമ്മളെ സോഷ്യലിസത്തിൽ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ഉണ്ടാവുന്നുണ്ട്. ഗവൺമെൻറ്റാണ് സൊസൈറ്റിയുടെ വെൽഫെയർ നോക്കേണ്ടത്. ആ ഗവൺമെൻറ്റിനെ വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ടൊരു കമ്പനി മുന്നോട്ട് വരണം, ബിസിനസ്സിന് മുന്നോട്ട് വരാൻ സാധിക്കുമെന്നുള്ളതാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ലാസ്റ്റ് പറയുന്ന ലക്ഷ്യം എന്ന് പറയുന്നത്, it should never neglect its responsibility towards society in which it flourishes. നമ്മൾ എന്താ പറയുക, ഒരു കൃഷി ചെയ്യുന്ന സമയത്ത് ആ കൃഷിയോടൊപ്പം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വളപ്രയോഗം എന്ന് പറയുന്നത്. ചെടി നട്ട് കഴിഞ്ഞാൽ പിന്നെ ഫലം പറിക്കാനായിട്ട് പോകുന്നവരെ ചുമ്മാ ഇരിക്കരുത്. നമ്മൾ അതിനോടൊപ്പം തന്നെ വളം കൊടുക്കണം, വെള്ളം കൊടുക്കണം. അതിന് അതേ രീതിയിലാണ് നമ്മുടെ സ്ഥാപനം മുളച്ചു വരുന്നത് ഒരു സൊസൈറ്റിയിലാണ്. അപ്പോൾ ആ സൊസൈറ്റിയിലുള്ള ആളുകൾക്കും എന്തെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ് നമ്മുടെ സ്ഥാപനം കൊണ്ടുണ്ടാവണം. അതാണ് ഒരിക്കലും അത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി നിന്ന് മാറി നിൽക്കരുതെന്നുള്ള ആംഗിളിൽ സംസാരിക്കുന്നത്. ആൻഡ് അഗെയിൻ, പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ എത്തിക്സിൻ്റെ അകത്ത് കണ്ടിട്ടുള്ള സെയിം കാര്യമാണ് ഇവിടെ പറയുന്നത്. എത്തിക്സിൻ്റെ അകത്ത് കണ്ടിട്ടുള്ള ഫെയർ ട്രേഡിംഗ് നടത്തണം, ചൈൽഡ് ലേബർ പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നു, ഫോഴ്സ്ഡ് ലേബറിൻ്റെ പരിപാടിയൊന്നും ഇല്ല, ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ നടത്താൻ പാടില്ല, റൈസിൻ്റെയോ കളറിൻ്റെയോ സെക്സിൻ്റെയോ റിലീജിയൻ്റെയോ ബേസിൽ, പൊളിറ്റിക്കൽ ഒപ്പീനിയൻ്റെ ബേസിലുള്ള ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ വരാൻ പാടില്ല. ദെൻ ട്രീറ്റ്മെൻറ്റ് ആൻഡ് സേഫ്റ്റി ഓഫ് എംപ്ലോയീസ്, നമ്മളുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ കംപ്ലീറ്റ് സേഫ്റ്റി നമ്മൾ ഉറപ്പുവരുത്തണം.
അത് ഫിസിക്കലായിട്ടുള്ള ഇഷ്യൂസോ സെക്ഷൽ ഹറാസ്മെൻറ്റോ അങ്ങനെ അബ്യൂസോ പണിഷ്മെൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആ ഓർഗനൈസേഷൻ ഒരു നല്ല ഒരു മാതൃകയായിട്ട് നിലനിൽക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പൊളിറ്റിക്കലായിട്ടുള്ള അസോസിയേഷൻസ് ഉണ്ടാവും, നമ്മുടെ ട്രേഡ് യൂണിയൻസ് ഉണ്ടാവും, അതിലൊക്കെ അവർക്ക് പങ്കെടുക്കാനുള്ള അവകാശങ്ങളൊക്കെ ഉള്ളതാണ്. അതിനൊക്കെ നല്ല സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുക. ഗവൺമെൻറ് പറയുന്ന രീതിയിലുള്ള ടേംസ് ഓഫ് വർക്കിംഗ് ടേംസുകൾ കൊണ്ടുവരിക. ദാറ്റ് മീൻസ് വർക്കിംഗ് അവേഴ്സ് ഇത്രയായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഗവൺമെൻറ് പറയുന്ന റൂൾ അതേപടി ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഓൾസോ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന കറക്റ്റായിട്ടുള്ള വേജസും കൂടെ, മിനിമം വേജസും കൂടെ അവർക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. സോ ഇതൊക്കെയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രിൻസിപ്പിളിൻ്റെ ആംഗിളിൽ പോകുന്നത്. ആൻഡ് വെൻ വി മൂവ് ടു ദി നെക്സ്റ്റ് ഏരിയ, ആർഗ്യുമെൻറ്റ്സ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഇവിടെ രണ്ട് രീതിയിലാണ് സംസാരിക്കുന്ന ആളുകൾ. കുറേ ആളുകൾ പറയുന്നത് ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ മസ്റ്റായിട്ടുള്ള കാര്യമാണ്, നിർബന്ധമായിട്ടും വേണമെന്ന് പറയും. ചിലർ അതിൻ്റെ ഓപ്പോസിറ്റ് ആൾക്കാരാണ്. നമ്മൾ ഡിബേറ്റ് പറയുന്ന പോലെയാണ്, ഡിബേറ്റ് പോലെയാണ്. ഒരാൾ ഒപ്പോസ് ചെയ്യുന്നു, ഒരാളിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആദ്യം സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ നമുക്ക് നോക്കാം. എന്താണ് അവരുടെ അഭിപ്രായം? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇത്രയും വലിയ ഒരു കാര്യമാണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. സോ ജസ്റ്റിഫിക്കേഷൻ ഫോർ എക്സിസ്റ്റൻസ് ആൻഡ് ഗ്രോത്ത്, ആ വേർഡിൽ തന്നെ കിടക്കുന്നുണ്ട് എൻ്റെ ആൻസർ. എന്താണ്? ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്ത് നിൽക്കുന്ന ഒരു സൊസൈറ്റിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് മുന്നോട്ട് പോകണമെന്നുള്ള ചിന്ത അവർക്കുണ്ടെങ്കിൽ, കുറേ നാളിലായിട്ട് ആ ഓർഗനൈസേഷൻ അവിടെ നിലനിന്ന് പോകണം എന്നുള്ള ആഗ്രഹം അവരുടെ മനസ്സിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് it is the prosperity and growth of the business is possible only through the continuous service to the society. നിരന്തരമായ സേവനം ചെയ്തുകൊണ്ടിരിക്കണം. ആൻഡ് അതിൻ്റെ തന്നെ നെക്സ്റ്റ് വേർഷനാണ് ലോങ് ടൈം ഇൻട്രസ്റ്റ് ഓഫ് ദി ഫേം എന്ന് പറയുന്നത്. ഒരു കാരണവശാലും നെഗറ്റീവ് ടൈപ്പ് ഓഫ് ബിസിനസ് ചെയ്യാൻ ശ്രമിക്കരുത്. ബ്ലാക്ക് മാർക്കറ്റിങ്, ഹോർഡിങ്, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്ത് വേണമെങ്കിൽ ഇടയ്ക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ ചെയ്താൽ അതൊന്നും ഒരു നിലനിൽപ്പുണ്ടാവില്ല, ഒരു ലോങ് റൺ എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല. നമ്മളെപ്പോഴും ലോങ് ടേമിൽ ഈ സൊസൈറ്റിയെ നമ്മൾ ഇന്നും നാളെയും അല്ല, നമ്മൾ ഒരു ട്രാൻസാക്ഷൻ നടത്തി ബിസിനസ് നിർത്തുന്ന ഒരു പരിപാടിയല്ല. കണ്ടിന്യൂവസ് ആയിട്ട് വർഷങ്ങളായിട്ട് നിരന്തരമായിട്ട് നമ്മൾ ഇവരുമായിട്ട് സംവദിക്കേണ്ടതായിട്ട് വരുന്നതാണ്. സോ ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ടു മെയിൻറ്റെയിൻ ആൻഡ് എത്തിക്കൽ പ്രാക്ടീസ്. അതാണ് ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം. ഒരിക്കലും ഇങ്ങനെയുള്ള നെഗറ്റീവ് അഡൾട്രേഷൻ പോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ ശ്രമിക്കരുത്. ആൻഡ് അഗെയിൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ ഇവിടെ കുറവായിരിക്കും. നിങ്ങളൊന്ന് ആലോചിക്കുക, ഗവൺമെൻറ്റാണ് സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ് കൂടുതലും ചെയ്യുന്നത്. ആ ഗവൺമെൻറ്റിനെ ചെയ്യുന്നതിന് പകരമായിട്ട് ആ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ വരുവാണെങ്കിൽ ഗവൺമെൻറ് അതിനെ വെൽക്കം ചെയ്യും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവോയ്ഡൻസ് ഓഫ് ഗവൺമെൻറ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് സ്വമേധയാ ഒരു ഓർഗനൈസേഷൻ എന്ന രീതിയിൽ സ്വമേധയാ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ ഗവൺമെൻറ് അവിടെ അതിനെ സപ്പോർട്ട് ചെയ്തോളൂ. ആൻഡ് ഓൾസോ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് വിത്ത് ബിസിനസ്സിന് ശരിക്കും ചിലപ്പോൾ വളരെ ഹ്യൂജ് എമൗണ്ട് ഓഫ് റിസോഴ്സസ് ഉണ്ടാവും. അങ്ങനെ ഹ്യൂജ് എമൗണ്ട് ഓഫ് റിസോഴ്സസ് ഉള്ള ഒരു ഓർഗനൈസേഷൻ ഫ്രെയിംവർക്കിനെ സംബന്ധിച്ച് അവരുടെ മാനേജ്മെൻറ്റ് സ്കില്ല്, അവരുടെ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ്, അവരുടെ ക്യാപിറ്റൽ റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈവൻ ചില സോഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ടാക്കിൾ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പം അങ്ങനെ ഒരു ആംഗിളിലും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മസ്റ്റ് ആണെന്ന് വാദിക്കുന്ന ആളുകളാണുള്ളത്. ഇനി ബെറ്റർ എൻവയോൺമെൻറ്റ് ഫോർ ഡൂയിങ് ബിസിനസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നു, നമ്മുടെ ബിസിനസ് കൊണ്ട് സമൂഹത്തിന് നല്ല ഗുണം ലഭിക്കുന്നു, അവരുടെ ക്വാളിറ്റി കൂടുന്നു, സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുന്നു, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുന്നു, നല്ല വർക്കിംഗ് കണ്ടീഷൻസ് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ എന്താണ്, ആ ഓർഗനൈസേഷന് ആ നാട്ടിൽ നല്ല എൻവയോൺമെൻറ്റ് അവിടെ ലഭിക്കുന്നതായിരിക്കും, ബിസിനസ് ചെയ്യാനായിട്ട് നല്ല എൻവയോൺമെൻറ്റ് അവിടെ ലഭിക്കുന്നതായിരിക്കും. ആൻഡ് ഫൈനലി പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു മോറൽ ഒബ്ലിഗേഷനൊക്കെ ബിസിനസ് ഓർഗനൈസേഷൻ ഏറ്റെടുക്കുകയാണെങ്കിൽ കുറേയൊക്കെ സോഷ്യൽ പ്രോബ്ലംസ് ഒരു ബിസിനസ് വരുന്നത് കൊണ്ട് തന്നെ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു ഫാക്ടറി തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും പൊല്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പലതരത്തിലുള്ള വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ചില ആക്സിഡൻസും മറ്റു കാര്യങ്ങളൊക്കെ സംഭവിക്കാം. അപ്പം ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ളതാണ്. സോ അങ്ങനെ ഉള്ളത് കൊണ്ട് നമ്മൾ സ്വമേധയെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തണം, സൊസൈറ്റിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം എന്നുള്ളതാണ് ഈ പറയുന്ന ലാസ്റ്റ് പോയിന്റിൽ സപ്പോർട്ടിംഗ് ആയിട്ട് പറയുന്ന കാര്യം. ഇനി ഇതിനെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരുടെ അഭിപ്രായത്തിൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അവർ പറയുന്നത് വയലേഷൻ ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് എന്നാണ് പറയുന്നത്. എന്താ വയലേറ്റ് ചെയ്തു പോകുന്നത് വെച്ചാൽ തെന്നി മാറിപ്പോവുക.
അനുസരിക്കാതിരിക്കുക. നമ്മുടെ പ്രൈം ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ്. ആ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ചെയ്യാണ്ട് നമ്മൾ ഈ പറയുന്ന രീതിയിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് പോകുന്നത് ശരിയല്ല എന്ന് വാദിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. ഇനി അതിനെപ്പറ്റി പറയുന്ന മറ്റൊരു കാര്യം, ഈ ബേർഡൻ ഓൺ കൺസ്യൂമേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യാനായിട്ട് പൈസ സ്പെൻഡ് ചെയ്യുമ്പോൾ ആ സ്പെൻഡ് ചെയ്യുന്ന തുകയും കൂടി ഇവർ ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കും, റീകൂപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അത് ഫൈനലി അതിൻ്റെ അൾട്ടിമേറ്റ് ബേർഡൻ വരുന്നത് ഈ പറയുന്ന കൺസ്യൂമേഴ്സിലോട്ടായിരിക്കും എന്നാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് ലാക്ക് ഓഫ് സോഷ്യൽ സ്കിൽസ് ആണ്. പല സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉള്ള എക്സ്പെർട്ടൈസ് നോളജ് ഒന്നും ബിസിനസ് മാൻസിന് ഉണ്ടാവില്ല. ഇപ്പം പോവർട്ടി എങ്ങനെ ഇറാഡിക്കേറ്റ് ചെയ്യാം, ഓവർ പോപ്പുലേഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യാം, ഇതിനൊക്കെ ഗവൺമെൻറ് മെഷീനറി ഇവിടെ ഉണ്ടെന്നേ. ആ ഗവൺമെൻറ് മെഷീനറി ഇത് ചെയ്തോളും. അല്ലെങ്കിൽ സോഷ്യോളജിസ്റ്റുകൾ ഇവിടെയുണ്ട്. അവിടെ ഒരിക്കലും ബിസിനസ്സുകാരൻ ഇറങ്ങി ചെല്ലേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ശരിക്കും ആ ലാക്ക് ഓഫ് സോഷ്യൽ സ്കിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഫൈനലി പറയുന്നത്, പബ്ലിക്കിൻ്റെ ഒരു സപ്പോർട്ട് ഈ ഓർഗനൈസേഷണൽ ഫ്രെയിംവർക്കിൽ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷന് വേണം. പബ്ലിക്കിൻ്റെ സപ്പോർട്ട് കിട്ടാത്ത ഒരു കമ്പനിയെ സംബന്ധിച്ച് ഒരിക്കലും ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ആംഗിളാണ് അവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സോ ഇതാണ് അതിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുക, അല്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് പോയിന്റ് ഓഫ് വ്യൂവിലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് പറയുന്നത്. ഇനി ആ കൈൻഡ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചുള്ളത് നെക്സ്റ്റ് വീഡിയോയ്ക്ക് ഞാൻ ഷെയർ ചെയ്തു തരാം.